ഹായ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപേക്ഷിക്കാനുള്ള കാലാവധിയും കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ അത് അപേക്ഷിച്ചു. ചിലർ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, ചില നെഗറ്റീവ് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം എഴുതണ്ട എന്ന് തീരുമാനിച്ച ആൾക്കാർ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് അറിയാം. ഇനി അപേക്ഷിച്ച ആൾക്കാർ ഇനി പഠിക്കണോ, ഇത്രയും സീരിയസ് ആയിട്ട് പഠിക്കണോ, മറ്റു സംഭവങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനെയും കൂടി ഒന്ന് പഠിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ പരീക്ഷയോടെ എഴുതി വെറുതെ ഒന്ന് എഴുതി നോക്കാം, ആ ഒരു മെൻറ്റാലിറ്റിയിലാണോ നിങ്ങളൊക്കെ ഇരിക്കുന്നത്? ദയവേത് നെഗറ്റീവ് എന്ന് പറയുന്ന സാധനത്തെ മാറ്റുക, പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാൻ ശ്രമിക്കുക. സപ്ലൈകോ നഷ്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ നിയമനങ്ങളൊന്നും ഇനി നടക്കില്ല, താൽക്കാലിക നിയമനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഇത്തരം വാർത്തകളൊക്കെ വരുന്നതാണ്. നിങ്ങൾ പലരുടെ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബുകളിലും മറ്റുമൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് വാർത്തകൾ ഇതുപോലെ വരുന്നുണ്ട്. ഒരു പരിധിവരെ നിയമനം നടക്കുന്നില്ല എന്ന് പറയുന്നതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇനിയും നിയമനം, അല്ലെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റിൻ്റെ കാലാവധി 1.5 വർഷം കൂടി ഈ ലിസ്റ്റിന് കാലാവധിയുണ്ട്. അടുത്ത പുതിയ ലിസ്റ്റ് വരുമ്പോൾ മാറുന്ന സാഹചര്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഊഹിക്കാൻ കഴിയുമോടാ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി 1.5 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഒരിക്കലും നമുക്കത് ഊഹിക്കാൻ കഴിയില്ല. ആ സമയത്ത് നല്ല രീതിയിലൊരു നിയമനം നടന്നാൽ, ഈ പരീക്ഷ എഴുതാതെ അല്ലെങ്കിൽ പ്രധാനമായിട്ട് പ്രാധാന്യത്തോടെ പഠിച്ച് പ്രധാനപ്പെട്ട ആദ്യത്തെ 100 150 റാങ്കിനകത്ത് വരാതിരുന്നാൽ നഷ്ടം അത് നമുക്കല്ലേടാ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവിൻ്റെ പുറകെ പോകാതെ ദയവായി ഒരു ശുഭപ്രതീക്ഷയോടുകൂടി, നമ്മളെല്ലാവരും നാളെ എന്നൊരു ദിവസം ഉണ്ട് എന്ന പ്രതീക്ഷയിലാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളും നമ്മുടെ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം കാണേണ്ടത് അങ്ങനെ തന്നെയാണ്. നമ്മളെ പിന്തിരിപ്പിക്കാനും നമ്മളോട് നെഗറ്റീവ് പറയാനുമൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ദയവായി അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ താഴ്മയോടെ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നെഗറ്റീവായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ചിന്തിക്കരുത്, നെഗറ്റീവ് പറയുന്നവരുടെ പുറകെ പോകരുത് എന്നുള്ളത്. എന്നാലും എല്ലാ വീഡിയോയുടെയും താഴെ ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കറിയാം, യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ്സാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. നമ്മളെ വിജ്ഞാപനം 2024 ഡിസംബറിൽ വന്നു. അതിൻ്റെ അപേക്ഷയൊക്കെ നിങ്ങൾ അപേക്ഷിച്ചു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി സാധ്യത, ഇവിടെ ജോലി എന്ന് പറയുന്നത് ഡിപ്പോകളിൽ നിങ്ങൾക്ക് ജോലി കിട്ടാം. അതുപോലെ മാവേലി സ്റ്റോർ, മാവേലി സൂപ്പർ സ്റ്റോർ എന്നിവയിലേക്ക് ജോലി കിട്ടാം. സാധാരണ ഗവൺമെൻറ് സർവീസിലെ സമയമല്ല. ഇവിടെ 9:30 മുതൽ 7 മണി വരെയാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ജോലി സമയം കൂടുതലാണെങ്കിലും അതിനനുസരിച്ച് സാലറിയും നിങ്ങൾക്ക് കൂടുതലായിട്ട് കയ്യിൽ കിട്ടുമെന്നത് മനസ്സിലാക്കണം. മാവേലി സൂപ്പർ മാർക്കറ്റിലും അതുപോലെ മാവേലി ഹൈപ്പർ മാർക്കറ്റിലും അതുപോലെ പീപ്പിൾ ബസാറിലുമൊക്കെ സമയം എന്ന് പറയുന്നത് 10 മണി മുതൽ 8 മണി വരെയാണ്. ഇനി അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8 മണി വരെ 8 മണി സമയത്തും കസ്റ്റമർ കടയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ മാവേലി സ്റ്റോറിൽ അല്ലെങ്കിൽ മാവേലി ഹൈപ്പർ സ്റ്റോറിൽ നിന്ന് കഴിഞ്ഞാൽ ആ കസ്റ്റമർ, ലാസ്റ്റ് കസ്റ്റമർ ഇറങ്ങുന്നവരെ നിൽക്കണം എന്ന ഒരു നിയമം കൂടിയുണ്ട്. ഞാൻ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. പിന്നെ അതുപോലെ NFSA ഗോഡൗണിൽ 9:30 മുതൽ 6 മണി വരെയാണ് അവിടുത്തെ ടൈം എന്ന് പറയുന്നത്. എക്സ്ട്രാ ടൈം നിൽക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള സാലറിയും കിട്ടും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ജോലി എന്ന് പറയുന്നത് നല്ലൊരു ജോലി തന്നെയാണ്, നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. ഈ നെഗറ്റീവ് പറയുന്നവർക്ക് പോലും ആ പോസ്റ്റിനെ കുറിച്ച് എതിരഭിപ്രായമില്ല, പക്ഷേ നിയമന രീതിയെക്കുറിച്ചാണ് എതിരഭിപ്രായം. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, PSCയുടെ ജോലി എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതാത് വർഷങ്ങളിൽ നിയമനം നടക്കാനുള്ള ലിസ്റ്റിനെ പുറത്തിറക്കുക എന്നതാണ്. നിയമനം നടത്തേണ്ടത് സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ PSC ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് അടുത്ത പരീക്ഷയ്ക്കുള്ള, അടുത്ത ഈ പരീക്ഷ 1.5 വർഷം കഴിയുമ്പോൾ, അടുത്ത ഈ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ലിസ്റ്റ് പുറത്തിറക്കുക എന്നത് PSCയുടെ ഉത്തരവാദിത്വമാണ്. അതാണ് അവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ബലം പിടിച്ച് വാശി പിടിച്ചിരുന്നാൽ അവിടെ നഷ്ടം നമുക്ക് തന്നെയാണെന്നുള്ളത് മറക്കണ്ട. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സിലബസ് ശ്രദ്ധിച്ചോ? സിലബസ് എന്ന് പറയുന്നത് LDയുടെ സിലബസാണ്, LDയുടെ മെയിൻ പരീക്ഷയുടെ സിലബസാണ്. ഇനി ഇവിടെ പ്രിലിംസ് എഴുതിയ സെക്രട്ടേറിയറ്റ് OA പോലുള്ള പരീക്ഷകളുടെ പ്രിലിംസ് എഴുതിയ ആൾക്കാർക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ASMൻ്റെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ASM പഠിച്ചു കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റാണ്. ആ മെയിൻസും എഴുതാം,
ഈ ASM നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ സാധിക്കും. കാരണം രണ്ടിൻ്റെയും സിലബസ് സെയിം ആണ്. ഇത്തവണ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു, ഇത്തവണ പക്ഷേ എന്തില്ല, സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ല എന്നതും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ് അക്ഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമ്മുടെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 2699 ഇപ്പം മന്ത് ആൻഡ് ഓഫർ എന്ന നിലയ്ക്ക് ഇത് 1999 രൂപ. എത്രയാണ്? 1999 രൂപയാണ് നമ്മൾ ഇതിനിപ്പോൾ ഈടാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് 1999 രൂപ. അപ്പോൾ ഈ 1999 ബാച്ച് എന്ന് പറയുന്നത് എല്ലാം അത്യാവശ്യം നല്ല പ്രഗത്ഭരായ അധ്യാപകർ തന്നെയാണ് നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു LDയുടെ സിലബസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡബിൾ എഫക്റ്റ് ആണ്. സെക്രട്ടേറിയറ്റ് OAയ്ക്കും അസിസ്റ്റന്റ് സെയിൽസ്മാനും നിങ്ങൾക്ക് ഒരുപോലെ എന്ത് ചെയ്യാവുന്നതാണ്, ഒരുപോലെ പഠിക്കാവുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരുപോലെ പഠിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇത്. ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിനിടയ്ക്കാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒറ്റ പരീക്ഷ നടക്കാൻ PSC കൊടുത്തിരിക്കുന്ന ഡേറ്റ്. ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ നമുക്ക് ഈ ബാച്ചിനകത്ത് പ്രധാനമെന്ന് പറയുന്നത് 250 കൂടുതൽ മണിക്കൂർ ക്ലാസ് ഉണ്ട്. ഓരോ ക്ലാസ് കഴിയും തോറും നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ പരീക്ഷ ഉണ്ടായിരിക്കും. ഇനി ആദ്യത്തെ 5 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ 6ാമത്തെ ദിവസം, അതായത് ശനിയാഴ്ച, ഈ 5 ദിവസത്തെ ക്ലാസ്സിൻ്റെ ടോപ്പിക്കിനെ വെച്ചുകൊണ്ട്, നിങ്ങൾക്ക് തന്ന ടോപ്പിക്കിനെ വെച്ചുകൊണ്ടുള്ള ഒരു വീക്ക്ലി എക്സാം ഉണ്ടായിരിക്കും. എന്നിട്ട് ആ മാസം മൊത്തവും കഴിയുമ്പോൾ മന്ത് എൻഡിൽ നിങ്ങൾക്കൊരു മന്ത്ലി എക്സാമും ഉണ്ടായിരിക്കും. ഇഷ്ടംപോലെ പരീക്ഷകൾ എഴുതിയാൽ നിങ്ങൾ ഈ പറയുന്ന ഒരു എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു സംഭവത്തിലേക്ക് കടക്കും. മൈനസ് മാർക്കുകൾ ഓരോ പരീക്ഷയ്ക്കും നമ്മൾ നോക്കി അതിനെ കുറച്ച് അങ്ങനെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി പഠിച്ചാൽ മാത്രമേ നമ്മൾ ഏതൊരു പരീക്ഷയും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ നോട്ട്സ് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും പരീക്ഷയുണ്ട്, എല്ലാ ആഴ്ചയും പരീക്ഷയുണ്ട്, എല്ലാ മന്തും പരീക്ഷയുണ്ട് എന്നുള്ളത് മറക്കണ്ട. ഇനി നമ്മുടെ അമൽ സാറിൻ്റെ മോട്ടിവേഷൻ സെക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ മാസവും നിങ്ങൾക്ക് അമൽ സാറിൻ്റെ മോട്ടിവേഷൻ സെക്ഷൻ ഉണ്ടായിരിക്കും. ഈ മോട്ടിവേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഒരാൾ മോട്ടിവേറ്റ് ചെയ്താൽ അത് ഒരു വർഷം വരെ ഒന്നും നിലനിൽക്കില്ല. ഒരു നിശ്ചിത ദിവസം വരെ മാത്രമേ നിങ്ങളിലെ ഒരാൾക്ക് സ്വാധീനിക്കാൻ കഴിയൂ എന്നതാണ് വാസ്തവം. ബയോളജിക്കലി അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊന്ന് ഒരാൾ ബൂസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ ബൂസ്റ്റ് ആവും, പിന്നെ ഡൗൺ ആവും. നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങളെ ബൂസ്റ്റ് ആക്കാനായിട്ട് അമൽ സാറിൻ്റെ മോട്ടിവേഷൻ സെക്ഷൻ ഉണ്ടായിരിക്കും. എപ്പോൾ വേണമെങ്കിലും ഒരു ദിവസം, നമ്മുടെ ഒരു ഓഫീസ് ടൈം ഏകദേശം 8 മണി വരെ ഉണ്ട്. ആ 8 മണിക്കകത്ത് നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങളും നിങ്ങൾക്കുണ്ടാവുന്ന പരാതികളും, കാരണം മനുഷ്യനാണ്, എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ വന്ന് നമ്മൾ ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാൽ, ഇപ്പോൾ ഞാൻ പറയുന്ന എല്ലാ ടോപ്പിക് കഴിയുമ്പോഴും പരീക്ഷ ഉണ്ടെന്ന് പറയുന്നു, നിങ്ങളെ വിശ്വസിച്ച് ബാച്ച് ചേരുന്നു, ആ പരീക്ഷ നടന്നില്ല എങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് നമ്മൾ നമ്പർ തരുന്നതാണ്. ഇനി അങ്ങനെ ഒരു സംഭവം തന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഇതേ യൂട്യൂബിൽ തന്നെ തിരിച്ച് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാനും അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒരു തുറന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണെന്ന് മനസ്സിലാക്കുക. വൃത്തിയായിട്ട് പഠിപ്പിക്കുക, നിങ്ങളിലൂടെ റിസൾട്ട് ഉണ്ടാക്കുക എന്നതാണ് സൂപ്പർ നോട്ട്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഞങ്ങളൊരു ഈ മേഖലയിൽ വന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ 4 പേരെ അറിയുക, ഇതാണ് വാസ്തവം പറഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് നിങ്ങളിലൊരു റിസൾട്ട് ഉണ്ടാക്കി, കാരണം ഞങ്ങളൊരു പുതിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ പുതിയ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് കുറേ തെളിയിക്കുക എന്നതുണ്ട്, അല്ലേ? ഞങ്ങൾ തെളിയിക്കണം. നിങ്ങളിലൂടെ നല്ല റിസൾട്ട് ഉണ്ടാക്കി ഞങ്ങൾ എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. സോ ധൈര്യമായിട്ട് നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഉറപ്പായിട്ടും ആത്മാർത്ഥമായ ഞങ്ങളുടെ പ്രവൃത്തി, അല്ലേ, ആത്മാർത്ഥമായിട്ട് ഞങ്ങളുണ്ടാവും കൂടെ. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നതുവരേക്കും ബൈ, താങ്ക് യു.